ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അഡക്സിലാണ്. ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് പറയുന്നത്. ഇത് പറയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാളാണ്. ഞാൻ 2017 മുതൽ 2019 വരെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എംകോം ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ തന്നെ ചെയ്യാം എന്ന് നമ്മൾ ടീമിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ക്യാറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ, അതുപോലെ തന്നെ CUET PG എല്ലാ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CUET PG 2026 നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷനും, മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ എഡക്സി ലേണിംഗിന്റെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ അംഗമാകുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കേസ്, എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അതിലേക്കുള്ള കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഫസ്റ്റ് വൺ, അവിടുത്തെ അക്കാഡമിക് ഫെസിലിറ്റീസ് അല്ല, അക്കാഡമിക് എക്സലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും നല്ല അക്കാഡമീഷ്യൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്നുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭരായ റിസർച്ചേഴ്സ് ഉള്ള സ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭരായ അക്കാഡമീഷ്യൻസ് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് വേറൊരു കാരണമുണ്ട്, അവിടുത്തെ ഫെസിലിറ്റീസ്. നമുക്ക് ബേസിക്കലി ഒരു കോളേജിൽ അല്ലെങ്കിൽ നാട്ടിലൊരു സാധാരണ യൂണിവേഴ്സിറ്റിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലധികമുള്ള ഫെസിലിറ്റീസും ഇൻഫർമേഷൻസും അങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ എവിടെയുണ്ട്? സ്വാഭാവികമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുണ്ട്. ഏറ്റവും നല്ല സ്ഥലത്താണ് അവർ എത്തിച്ചേരുന്നത്. അവിടെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ക്യാമ്പസ് ആയിക്കോട്ടെ, ക്യാമ്പസിലെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ലൈബ്രറീസ് ആയിക്കോട്ടെ, ഡാറ്റാ ബാങ്ക്സ് ആയിക്കോട്ടെ, എല്ലാം, അതുപോലെ നമ്മുടെ ലബോറട്ടറീസ് ആയിക്കോട്ടെ, എക്സ്പെരിമെന്റ്സിനുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ഉള്ള ഏറ്റവും നല്ല സൗകര്യങ്ങൾ എവിടെയുണ്ട്? സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടുത്തെ അക്കാഡമീഷ്യൻസ് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ എന്ന് പറയുന്നത് വർഷങ്ങളോളം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ ഏത് ഏരിയ, ലോ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, എല്ലാം. ഏറ്റവും മികച്ച അധ്യാപകർ അവിടെ ഉണ്ടാകാനുള്ള ഏറ്റവും ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ അവർ പിന്നെയും പുതിയ പുതിയ കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. പഴയ കാര്യങ്ങളിൽ മാത്രമല്ല അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, പുതിയ പുതിയ റിസർച്ച് നടത്തുന്നുണ്ട്. മാർക്കറ്റിൽ എന്താണ് അപ്ഡേറ്റഡ് ആകുന്നത്, ആക്ച്വലി ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഓരോ കേസസ്, ഓരോ സെനാരിയോസ് ആയിട്ട് അവരെടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് സ്റ്റുഡൻസിനെ മുമ്പോട്ട് ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ അക്കാഡമിക് എക്സലൻസ് ഏറ്റവും നല്ല സ്ഥലമായിട്ട് മാറി നിൽക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞൊരു കേസുണ്ട്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഏറ്റവും മികച്ച രീതിയിൽ സ്റ്റുഡൻസിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം, അത് ലൈബ്രറീസ് ആയിക്കോട്ടെ, അവരുടെ ഹോസ്റ്റൽസ് ആയിക്കോട്ടെ, ക്ലാസ് റൂം, ഓഡിറ്റോറിയംസ്, സെമിനാർ ഹാൾസ്, അവർക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസിനോടുള്ള, സ്പോർട്സിനോടുള്ള സൗകര്യങ്ങൾ, ആർട്സിനുള്ള സൗകര്യങ്ങൾ, സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും മികച്ച സ്റ്റുഡൻസിനെ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവർ മുമ്പോട്ട് വരണം എന്നുള്ളതുകൊണ്ടാണ്. ഏറ്റവും നല്ല ഫെസിലിറ്റീസ് കൊടുക്കുമ്പോൾ അവർ ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും നല്ല രീതിയിൽ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യും. അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ ക്യാമ്പസ് എക്സ്പോഷർ. ക്യാമ്പസ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെ അല്ല ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്. നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ, എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരും, അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ഇവരൊക്കെ അതുപോലെ ഡിഫറെന്റ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്കാർ. നമ്മളൊരു കോളേജിൽ പോകുമ്പോൾ അവിടെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കുള്ളൂ. അതും നമുക്കറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ആൾക്കാർ, നമ്മുടെ ജില്ലയിൽ നിന്ന് ആൾക്കാരൊക്കെ ആയിരിക്കും അവിടെ ഉള്ളത്, അല്ലെ? പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. ഡിഫറെന്റ് കസ്റ്റംസിലുള്ള, ഡിഫറെന്റ് ഐഡിയോളജീസിലുള്ള, ഡിഫറെന്റ് തോട്ട് പ്രോസസ്സിലുള്ള ഒരുപാട് ബ്രില്യന്റ് മൈൻഡ്സ് ആണ് ഇവിടെ വരുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഏറ്റവും മികച്ച ചിന്താധാരകളുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു കൊടക്കീഴിലോട്ട് വരിക. അവിടെയുള്ള ഇൻസ്പിറേഷൻസും ഐഡിയാസും മോട്ടിവേഷനും ഒക്കെ വളരെ ഹൈ ആയിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ ഹൈ ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഫഷണലിയും പേഴ്സണലിയും വളരെ വലിയൊരു ഗ്രോത്തിന് സ്ഥലമുള്ള ഒരു സ്ഥലമാണ് എന്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെന്ന് പറയുന്നത്. നമുക്കിനി ഓരോന്നോരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത് അക്കാഡമിക് എക്സലൻസിന്റെ കേസ് പറയുമ്പോൾ, ഒന്ന് അക്കാഡമിക് കരിക്കുലമാണ്. അതായത് ഏറ്റവും അപ്ഡേറ്റഡ് സിലബസുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ളത്. ഏറ്റവും അപ്ഡേറ്റഡ് സിലബസുകൾ. ഓരോ 3 വർഷം കൂടുമ്പോഴും സിലബസ് റിവിഷനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്താണ്, അല്ലെങ്കിൽ സയന്റിഫിക് ട്രെൻഡ്സ് എന്താണ്, അതിനനുസരിച്ച് മാത്രം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന വളരെ നല്ലൊരു
അക്കാഡമിക് കരിക്കുലം ഉള്ളൊരു സ്ഥലമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. രണ്ടാമത്തെ കേസ് എക്സ്പേർട്ട് ഫാക്കൽറ്റി. ഈ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് വർഷങ്ങളുടെ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ പറഞ്ഞു. അവർ ഏത് സമയത്ത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ ഒരു നോട്ട്ബുക്ക് വെച്ച് പഠിപ്പിക്കാതെ റിസർച്ച് പേപ്പേഴ്സ് വെച്ചിട്ട് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്ത് ലൈവായിട്ട് വേൾഡിൽ അല്ലെങ്കിൽ അവരുടെ കറണ്ട് സ്റ്റഡി ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങൾ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് സ്റ്റുഡൻസിനെ റിസർച്ച് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്ന എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ളത്. മൂന്നാമത്തത് കോൺക്ലേവ്സ് ആൻഡ് സെമിനാർ. ഇന്റർനാഷണൽ സെമിനാർസ് ഒക്കെ എല്ലാ വർഷവും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നടക്കാറുണ്ട്. അത് മാൻഡേറ്ററി ആണ് താനും. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സെമിനാർസ് നമുക്കൊരു എക്സ്പോഷർ തരും. നമുക്കൊരിക്കലും എല്ലാ കാര്യങ്ങളും പഠിച്ച് പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ പേപ്പറിൽ നിന്നോ മാത്രം കിട്ടുന്നത്, അത് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ പുറലോകത്ത് നടക്കുന്ന റിസർച്ചിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ടുള്ള കോൺക്ലേവ്സും സെമിനാർസും ഒക്കെ അറ്റൻഡ് ചെയ്യണം. അതിനുള്ള ഫെസിലിറ്റീസ് ഏറ്റവും നല്ല അക്കാഡമിഷ്യൻസിന്റെ നേതൃത്വത്തിൽ നമുക്ക് എവിടെയുണ്ട്? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. റിസർച്ച് പ്രോഗ്രാംസ് നാട്ടിലെ കുറവായിട്ടുള്ള കാര്യമാണ്, പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാടുള്ള കാര്യമാണ്. റിസർച്ച് ചെയ്യാൻ ഇന്റേൺഷിപ്സ് ഉണ്ട്, അതുപോലെ PhD പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമ്മൾ PG പഠിക്കുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻസിന് വേണ്ടി ഒരുപാട് PhD സ്കോളേഴ്സ്, ഡോക്ടറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കണ്ടുമുട്ടാനും സംവദിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും. സ്വാഭാവികമായിട്ട് അത് നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമുക്ക് റിസർച്ചിലേക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു ഗ്രോത്ത്, ഒരു താല്പര്യം നമുക്ക് തോന്നുകയും ചെയ്യും. ലാസ്റ്റ് വൺ, ലീഡർഷിപ്പ് ക്വാളിറ്റി. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്തായിരിക്കും താമസിക്കുന്നതും ജീവിക്കുന്നതും പഠിക്കുന്നതും ലേൺ ചെയ്യുന്നതൊക്കെ. ആ ഒരു എക്സ്പോഷറിന്, ആ ഒരു സമയത്തിന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും കൂടെയുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ ഗ്രോത്ത് നമുക്ക് കണ്ടെത്താനും ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി സ്വയം ആണെങ്കിൽ ഒരു ടീമിന്റെ കൂടെ ഉള്ള ബിൽഡ് ചെയ്യാനും ടീം ബിൽഡിങ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനൊക്കെ നമുക്ക് സഹായമാകും. കാരണം നമ്മൾ എൻ്റയർലി ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചിടുക ചെയ്യുന്നത്. അങ്ങനെ പറിച്ചിടുമ്പോൾ നമ്മൾ സർവൈവ് ചെയ്യും, നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തു പോവുകയും ചെയ്യും. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ്. ഒന്ന് ക്ലാസ് റൂംസിന്റെ കേസാണ്. ഏറ്റവും നല്ല ഫോണിഷ്ഡ് ആയിട്ടുള്ള AC ഒക്കെ ഉള്ള നല്ല അടിപൊളി ക്ലാസ് റൂം. ചുമ്മാ പറയുന്നതല്ല, ഞാൻ അങ്ങനെ ക്ലാസ് റൂം ഇരുന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ട് പറയുന്നതാണ്. ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ള ക്ലാസ് റൂംസ് ആണ് അവിടെ ഉള്ളത്. നല്ല നല്ല റീഡിംഗ് റൂംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാതിരുന്ന സംഭവം, നാട്ടിലെ കോളേജസിലൊന്നും. അതായത് ലൈബ്രറി വേറെ, റീഡിംഗ് റൂം വേറെ. റീഡിംഗ് റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും ഇൻഫർമേഷൻസ് കാണാനും അതിനൊക്കെയുള്ള സൗകര്യം, അതിന് വേണ്ടി മാത്രം ലൈബ്രറിയോട് ചേർന്ന് ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ റീഡിംഗ് റൂം എന്ന് പറഞ്ഞൊരു സൗകര്യമുണ്ട്. നമുക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ടല്ലേ നമ്മുടെ കയ്യിലുള്ള പുസ്തകം വെച്ച് നമുക്ക് റീഡിംഗ് റൂമിൽ പോയിരുന്ന് വായിക്കാം, പഠിക്കാം. ചിലപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ട് പഠിക്കേണ്ടതായിരിക്കും, ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് എന്ത് ചെയ്യാം? ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കേസാണ് ഇൻഫോർമേറ്റീവ് ലൈബ്രറീസ് ആൻഡ് ഡാറ്റാബേസസ്. ഏറ്റവും മികച്ച ലൈബ്രറീസ്, അത് നിങ്ങളിപ്പോൾ ജാമിയ മില്ലിയ ആയിക്കോട്ടെ, അലിഗഡ് ആയിക്കോട്ടെ, അതിൻ്റെ വീഡിയോസ് കൂടെ പിൻ ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെയൊക്കെ ലൈബ്രറീസ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതാണ്. അവിടെ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഇല്ല, അവിടെ ഇല്ലാത്ത ഡാറ്റാ ബാങ്ക്സ് ഇല്ല, അവിടെ നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ, റെഫർ ചെയ്യാനുള്ള പുസ്തകങ്ങൾ, വായിക്കേണ്ട പുസ്തകങ്ങളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ. അപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ബസ് സർവീസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ക്യാമ്പസിന് ചുറ്റും ബസ് സർവീസ് ഉണ്ട്, അത് ഫ്രീ. ഓരോ 20 മിനിറ്റ് 25 മിനിറ്റ് കൂടുമ്പോൾ ബസ് വരും ക്യാമ്പസിൻ്റെ പല ലൊക്കേഷനിലൂടെ. നമുക്ക് ആ ബസ്സിൽ കയറി ഇരുന്ന് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ഇറങ്ങാം. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും സെമിനാർ ഹോൾസും ലൈബ്രറീസും ഡിപ്പാർട്ട്മെന്റിന് തന്നെയുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് കോമൺ ആയിട്ടുമുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സിന് എന്തുണ്ട്? സെമിനാർ ഹോൾസ്, ലൈബ്രറി ഉണ്ട്. ഏറ്റവും നല്ല ക്യാമ്പസുകൾ അവിടെയുണ്ട്. ഏറ്റവും വളരെ മനോഹരം. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ജാമിയ മില്ലിയ ഇസ്ലാമിയ ക്യാമ്പസ്. വളരെ മനോഹരമായ ക്യാമ്പസ്, വളരെ ഗ്രീനറി ആയിട്ടുള്ള, വളരെയധികം ഫെസിലിറ്റീസ് ഉള്ള അടിപൊളി ക്യാമ്പസ് ആണ്. ഏറ്റവും നല്ല ഹോസ്റ്റൽസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ സെക്യൂരിറ്റീസ് ഉണ്ട്. നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ സേഫ്റ്റിക്ക്, നമ്മുടെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമ്മുടെ ഹോസ്റ്റലിൽ നല്ല സെക്യൂരിറ്റിയാണ്, നമ്മൾ മെസ്സിൽ പോകുമ്പോൾ മെസ്സിലൊരു സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റീസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ രാത്രി 3 മണിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ലൈബ്രറിയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നത്. ആ സമയത്ത് ക്യാമ്പസ് സേഫ് ആണ്, ഏത് സമയത്തും ക്യാമ്പസ് സേഫാണ്, എല്ലാ ക്യാമ്പസുകളും സേഫ്. ആ സെക്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് അത്ര ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് നടക്കാം. കാരണം നമ്മുടെ സെക്യൂരിറ്റിക്ക് അവിടെ ഓൾറെഡി ആൾക്കാരുണ്ട്. ഇനി ക്യാമ്പസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പോഷർ നമുക്ക് ഉണ്ടാകും, നമുക്കൊന്ന് ചുരുക്കി പറയാം. അതിൻ്റെ അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞൊരു കേസുണ്ട്, നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് ഗ്രോ ചെയ്യും. നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പറിച്ച് നടുകയാണ്. അങ്ങനെ പറിച്ച് നടുമ്പോൾ തന്നെ നമ്മൾ സ്വയം എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യും. അവിടുത്തെ ഈവൻറ്റ്സ്, അവിടുത്തെ ഫെസ്റ്റ്, അവിടുത്തെ ആക്ടിവിറ്റീസ്, ഫെസ്റ്റിവൽസ്, ഇതിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൾച്ചറൽ എക്സ്പോഷർ, ലാംഗ്വേജിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പം നോർത്തിൽ പോയി, അവിടെ പ്രധാനമായിട്ട് ഹിന്ദിയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഫ്ലുവൻ്റ് ആയിരിക്കും. നമ്മൾ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എന്തായാലും നമ്മൾ പഠിക്കും. ആ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ സ്വായത്തമാക്കുന്നതോടെ തന്നെ അവിടുത്തെ കൾച്ചറിലും അവിടുത്തെ ആക്ടിവിറ്റീസ്, അവിടുത്തെ നോംസ്, അവരുടെ കസ്റ്റംസ്,
അവരുടെ രീതികളൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ കൾച്ചേഴ്സ്, ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, പൊങ്കൽ ആയിക്കോട്ടെ, പെരുന്നാളുകളായിക്കോട്ടെ, ദീപാവലി ആയിക്കോട്ടെ, അഷ്ടമികളായിക്കോട്ടെ, ഇതെല്ലാം എല്ലാ ഫെസ്റ്റിവൽസും നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഒരുപോലെ ആഘോഷിക്കുന്ന, ഹോളിയൊക്കെ അതുപോലെയുള്ള എല്ലാ ഫെസ്റ്റിവൽസും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്റ്റൽസ്, അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടേ, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്ന് പറയുന്നത് നമുക്ക് ആരും പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ഡിസിഷൻ എടുത്ത് ഗ്രോ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ നമുക്ക് രാഷ്ട്രീയത്തിലുള്ള ഒരു നമ്മുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഒപ്പീനിയൻ നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റും. നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങളൊക്കെ നടക്കുന്നത്. കാരണം അത്രയ്ക്ക് ഇൻവോൾവ് ആകാൻ കാരണം നമ്മുടെ ഒപ്പീനിയൻ അത്ര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ അത്രയും പൊളിറ്റിക്കലി ഇൻവോൾവ് ആകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് അത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും മോശം കാര്യങ്ങൾ എതിർക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുണ്ട്. കാരണം വി ആർ ബിൽഡിംഗ് ദ നേഷൻ. ഏറ്റവും അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ രാജ്യത്തിന് നല്ലൊരു സംഭാവന ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഇൻവോൾവ് ആകാനുള്ള കാരണം അത് തന്നെയാണ്. ഫോർ ദ നേഷൻ, ദേ ആർ സ്പീക്കിംഗ് ഫോർ ദ നേഷൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ്. ഏറ്റവും നല്ല ഇൻഫർമേഷൻ കിട്ടുന്ന, ഏറ്റവും നല്ല അക്കാഡമിക്സ് കിട്ടുന്ന, ഏറ്റവും നല്ല ഫാക്കൽറ്റി ഉള്ള, ഏറ്റവും നല്ല റിസർച്ച് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ഉള്ള, ക്യാമ്പസുകളുള്ള, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന, റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. 2026 നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എഡക്സി ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സോ ഇപ്പൊ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. കീപ് ലേണിംഗ് വിത്ത് എഡക്സി ലേണിംഗ്. താങ്ക് യു.